ഹലോ ഫാമിലി, സാറയാണ്. നമുക്കിന്ന് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പഠിക്കാം. യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ശർക്കരപ്പം എന്നൊക്കെ പറയും. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചരി നോർമലായിട്ട് വെള്ളത്തിലിടുകയാണെങ്കിൽ 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരി ഞാനൊരു 1.5 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട്. അല്ല സമയമില്ലാത്തവരാണെങ്കിൽ ചൂടുവെള്ളത്തിൽ പച്ചരി ഇട്ട് കഴിഞ്ഞാൽ കുതിർത്ത് കിട്ടും. തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാലിൽ കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഈ കുതിർത്ത് വെച്ച പച്ചരി നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വലിയൊരു അരിപ്പെടുക്കണം. അതായത് ഹോള് കൂടുതലുള്ള അരിപ്പെടുത്തിട്ട് നമ്മൾ ഈ അരച്ച മാവുണ്ടല്ലോ, പച്ചരിയും തേങ്ങാപ്പാലും കൂടി അരച്ച മാവ് നന്നായിട്ട് അരിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടുതലെടുത്ത് വെച്ചേക്കണം. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അരിച്ച് കിട്ടും. അരിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് അത്രയും സോഫ്റ്റ് ആവും ഈ അപ്പം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുക. പച്ചരിയും തേങ്ങാപ്പാലും ഏലക്കായ ചേർത്ത തേങ്ങാപ്പാലിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അല്ല, നിങ്ങൾ പച്ചരി അരക്കണ സമയത്ത് വേണമെങ്കിൽ ഏലക്കായ ഇടുക. എന്നിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചേക്കണം. എന്നിട്ട് ഈ ശർക്കരയും കൂടി അങ്ങ് മിക്സ് ചെയ്യുക. അരിച്ചതിലേക്ക് ഈ ശർക്കര കൂടി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ വെള്ളം പോലെ കാണുമ്പോൾ നിങ്ങൾ കരുതി ഇതെന്താ വെള്ളം പോലെ, അത്യാവശ്യം നല്ല അഴവ് വേണം. അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് അഴഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പാകത്തിന് മധുരം കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് കുഞ്ഞായിട്ട് നെയ്യിൽ വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ടൊന്ന് വറുത്തിട്ടിട്ടാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് എള്ള് ചേർക്കാം, അണ്ടിപ്പരിപ്പ് ചേർക്കാം, എങ്ങനെയാണ് അവരവരുടെ ഇഷ്ടം. എന്നിട്ടൊരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിൽ നെയ്യാണ് ഞാൻ പുരട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഒരു 3 തവിയും മതിയാവും. ഒരുപാട് അങ്ങ് ഒഴിച്ച് ഭയങ്കര കട്ടിയായാൽ ഒരു സോഫ്റ്റ്നെസ് കുറയും. ഇത് അരിക്കുമ്പോഴേ നല്ല സോഫ്റ്റാണ്. നെയ്യാണ് ഞാൻ പുരട്ടിയിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരടപ്പ് വെച്ച് അടക്കുകയാണെങ്കിൽ വെള്ളമൊന്നും ആവിപ്പൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ അപ്പം കിട്ടും. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറമേ നമ്മൾ ഇട്ട നെയ്യ് ഏതാണോ, നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ഇട്ട നെയ്യ് ഇങ്ങനെ തടകി കൊടുക്കാവുന്നതാണ്. ആ ചൂടോടുകൂടി തന്നെ കേട്ടോ. നമ്മളിത് വെന്താന്ന് നോക്കുന്നത് ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കുത്തി നോക്കിയിട്ട് അത് കൈമേനെ തൊട്ടിട്ട് നമ്മൾ നോക്കണം ഇങ്ങനെ പശ പോലെ ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വേവിക്കുക. ആ ഒട്ടൽ കുറവാണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇതങ്ങനെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇവിടെ ഒരു കാനഡക്കാരനുണ്ട്, അമേരിക്കക്കാരനെന്ന് പറയുന്നത്. അവൻ ഈ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവൻ ഈ ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെ ആയിപ്പോയി. ആദ്യത്തെ പുത്രനല്ലേ, അവൻ ഇച്ചിരി വഷളായിപ്പോയി. എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ അവൻ അവിടെ സിസ്റ്റത്തിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. നമ്മുടെ റോണപ്പൻ അവൻ്റെ വായിൽ കൊണ്ടുപോയി കുത്തിക്കയറ്റി ഒരു അപ്പം കഷ്ണം വെച്ച് കൊടുത്തു. ആളപ്പോൾ എന്താണെന്ന് അറിയാതെ വാ തുറന്നു. പക്ഷേ ടേസ്റ്റ് ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അവൻ വായിലേക്ക് ഇട്ടു. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ രാവിലെ ഉണ്ടാക്കിയ കാപ്പിയുടെ ഒപ്പം ഇതങ്ങ് കഴിച്ചാലുണ്ടല്ലോ മക്കളെ, പൊളിക്കും.